കണ്ണൂരിൽ മേപ്പൊയിലിൽ വീട്ടിൽ നിന്ന് അനധികൃതമായി നിർമ്മിച്ച ഗുണ്ട് പടക്കങ്ങൾ പിടികൂടി. തിരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിന് വിൽപ്പന നടത്താനാണ് ഗുണ്ട് നിർമ്മിച്ചത്. അനധികൃത പടക്ക നിർമ്മാണം നടത്തിയ നാണു ഇപ്പോൾ ഒളിവിലാണ്. എടക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇവിടെ തൃശൂർ പൂരത്തിന് ഗുണ്ടും പടക്കങ്ങളും കൂടെ കത്തി എത്ര മനുഷ്യരുടെ ജീവനാണ് എടുത്തത്. തെരഞ്ഞെടുപ്പിന്റെ വിജയാഹ്ലാദത്തിന് വേണ്ടിയിട്ട് കുടിൽ വ്യവസായം പോലെ ഗുണ്ട് നിർമ്മിക്കുകയായിരുന്നു അത്രേ ഈ നാണു. അർജുൻ കല്യാടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, ഇത് തിരഞ്ഞെടുപ്പ് ആഹ്ലാദ പ്രകടനത്തിന് ഉപയോഗിക്കാനോ തിരഞ്ഞെടുപ്പിനിടയിൽ കൗണ്ടിങ്ങിന്റെ ഇടയിൽ ഉപയോഗിക്കാനോ എന്താണെങ്കിലും സംഭവം കുറച്ച് കടന്ന കൈയായി പോയി. ഒരു ലൈസൻസും ഇല്ലാതെ നിർമ്മിച്ചിരിക്കുന്ന ഗുണ്ടുകളാണ്. ഇതൊക്കെ വലിയ സ്ഫോടനശേഷിയുള്ളവ തന്നെയല്ലേ അർജുൻ കല്യാൺ? ഡോക്ടർ അരുൺ, തീർച്ചയായിട്ടും വലിയ സ്ഫോടനശേഷിയുള്ള വലിയ ശബ്ദമുണ്ടാക്കുന്ന ഗുണ്ടുകളാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെയാണ് പോലീസ് ഈ കാര്യങ്ങൾ കണ്ടെത്തുകയും ഈ പറയുന്ന സ്ഥലത്ത് പരിശോധന നടത്തുകയും ഒക്കെ ചെയ്തത്. ആ പരിശോധനയ്ക്കിടയിലാണ് ഇത്തരത്തിൽ ഗുണ്ട് പടക്കങ്ങൾ തിരഞ്ഞെടുപ്പിന്റെ വിജയാഘോഷ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വിജയാഘോഷത്തിനിടയിൽ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അതിൽ വിൽപ്പന നടത്താൻ വേണ്ടി തയ്യാറാക്കി നിർമ്മിച്ചിരിക്കുന്നത്. ഈ സംഭവം, അതായത് ഈ ഗുണ്ട് പടക്കങ്ങൾ നിർമ്മിച്ചിട്ടുള്ള നാണു ഇപ്പോൾ ഒളിവിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വീടിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഗുണ്ടുപടക്കത്തിന്റെ നിർമ്മാണം നടത്തിയതെന്നുള്ളതാണ് ഏറ്റവും ഗൗരവം. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരുപാട് വീടുകളുമുണ്ട്. സ്വാഭാവികമായും വലിയ അപകടം വരുത്തി വെക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ ഗുണ്ടിന്റെ നിർമ്മാണം അവിടെ നിന്ന് നടത്തിയിട്ടുള്ളത്. ഈ ഗുണ്ട് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ചില അസംസ്കൃത വസ്തുക്കൾ അല്ലെങ്കിൽ വെടിമരുന്നുകൾ കൂടി അവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. എന്തായാലും പോലീസ് കൃത്യസമയത്ത് പരിശോധന നടത്തുകയും ഇയാളെ പിടികൂടാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇയാൾ ഇതുവരെ എവിടെയാണ് എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടി പോലീസിന് കഴിഞ്ഞിട്ടില്ല. എന്നാലും പോലീസ് പറയുന്നത് അധിക ദൂരം സഞ്ചരിക്കാനോ അല്ലെങ്കിൽ രക്ഷപ്പെടാനോ സാധ്യതയില്ല, വളരെ പെട്ടെന്ന് തന്നെ ഇയാളെ കസ്റ്റഡിയിൽ എടുക്കും എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ പടക്കങ്ങളും മറ്റ് ഈ വെടിമരുന്നു വസ്തുക്കളുമെല്ലാം തന്നെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപകമായ രീതിയിലുള്ള പരിശോധനകളും അത്തരത്തിലുള്ള അന്വേഷണവും ഒക്കെ നടക്കും എന്നുള്ള കാര്യം കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഡോക്ടർ ഓക്കെ, താങ്ക് യു. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. നാണുവിന് ഈ പണി വൃത്തിയായിട്ട് അറിയാമെങ്കിൽ ഏതെങ്കിലും വല്ല ശിവകാശിയിലെങ്ങാനും വല്ല പടക്ക കമ്പനിയിലും പോയി ജോലി നോക്കുന്നതല്ലേ നല്ലത്. ഈ നാട്ടിലെ മനുഷ്യരുടെ സമാധാനം കളയണോ? തെരഞ്ഞെടുപ്പിന് ആഹ്ലാദ പ്രകടനങ്ങൾക്കാണെങ്കിൽ അവർ അനധികൃതമായിട്ട് പ്രവർത്തിക്കാത്ത പടക്കശാലകളിൽ നിന്ന് പടക്കം വാങ്ങിച്ച് മുന്നണികൾ കത്തിച്ചോളും. ഇത്രയും ചിലവാക്കാമെങ്കിൽ ഇതിനു വേണ്ടിയാണ്.